ഈശ്വരസ്മൃതിയിൽ ശാന്തചിത്തരായി കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് എല്ലാ സാഹചര്യങ്ങളെയും പുഞ്ചിരിയോടെ കൈകാര്യം ചെയ്യുവാൻ തൻ്റെയിടം ലഭിക്കുന്നു. തൻ്റെ സമയം, പ്രാപ്തികൾ, ഗുണങ്ങൾ, ശക്തികൾ തുടങ്ങിയവയെല്ലാം വിശ്വസേവാർത്ഥ സമർപ്പണം ചെയ്യുന്നതിലൂടെ സ്വയം സമ്പന്നരായി മാറുന്നു. നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിന് കർമ്മങ്ങൾ കൊണ്ട് മറ്റുള്ളവരുമായി സഹകരിക്കുക. നിഷ്ക്രിയമായിരിക്കുന്നതല്ല ശാന്തി, സജീവമായ അവസ്ഥയാണ്. ഏത് പ്രതിസന്ധിയിലും ശക്തിയോടെ പ്രതികരിച്ച് തീരുമാനമെടുക്കുന്നതിന് അതീവ ശ്രദ്ധയും ദൃഢതയും ആവശ്യമാണ്. ശരിയായ ഒരു തീരുമാനം യഥാസമയം എടുക്കാൻ കഴിയാതെ വരുന്നത് തെറ്റായ തീരുമാനം എടുക്കുന്നതിലും അപകടകരമാണ്. വിവേകശാലികൾ എപ്പോഴും തൻ്റെ ലക്ഷ്യത്തെ മുൻനിർത്തി ജീവിക്കുന്നു. അവരുടെ ഓരോ കർമ്മവും അർത്ഥവത്തായിരിക്കും. അവർ ലക്ഷ്യത്തിലേക്കുള്ള ദിശ തിരഞ്ഞെടുക്കുന്നു. നന്മയ്ക്ക് തിന്മയേക്കാൾ ശക്തിയുണ്ട്. നന്മകൾ സ്വതസിദ്ധമാണ്. നമ്മുടെ ഉള്ളിൽ ഏതു നന്മയുടെ അഭാവമാണുള്ളതെന്ന് തിന്മ സൂചിപ്പിക്കുന്നു. ലക്ഷ്യമില്ലാത്ത യാത്രയിൽ അലസത ജീവിതത്തിൻ്റെ വിലപ്പെട്ട നല്ലൊരു സമയം നാം അറിയാതെ നഷ്ടപ്പെടുത്തുന്നു. ഹൃദയം നിറയെ സ്നേഹത്തോടെ എല്ലാവർക്കും ശുഭരാത്രി.